hello, welcome back to my YouTube channel. Okay, ഇതാണല്ലോ ആചാരം. സോ നമുക്ക് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ട് എനിക്ക് മടിയാണ്. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ്. ഇൻസ്റ്റ യൂട്യൂബും കൂടെ ഒരുമിച്ച് ഓടുന്നില്ല. റീൽസ് ഇടുക രണ്ടും. യൂട്യൂബിൽ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ രണ്ടും പറ്റണില്ലല്ലോ. യൂട്യൂബിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ ആക്കണം, ഇൻസ്റ്റയിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ ആക്കണം. അതുകൊണ്ടിട്ട് പറ്റണില്ല. സോ ഭയങ്കര മടിയാ. ഒന്നാമത്തെ മടിയാണ്, ഭയങ്കര മടിയാ. ചോറ് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വരെ മടി. മനസ്സിലായോ? എന്നെ കൂടുതൽ അറിയാവുന്നവർക്ക് നല്ല രീതിക്ക് അറിയാം എൻ്റെ മടിയെ പറ്റി. ബട്ട് സ്കിൻ കെയർ ചെയ്യാൻ മടിയില്ല കേട്ടോ. അത് ഞാൻ മുടങ്ങാതെ ചെയ്യും. നിങ്ങൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുടങ്ങാണ്ട് ചെയ്യുന്നൊരു സാധനമാണ് സ്കിൻ കെയർ. ഓക്കെ, അപ്പം ഇന്നത്തെ സംഭവം, ഇന്നത്തെ ടോപ്പിക് നമുക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു സ്കിൻ കെയർ. സോ നമുക്കൊരു നൈറ്റ് സ്കിൻ കെയർ ആവാം. ഓക്കെ, അപ്പം നമുക്ക് ടോണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ടോണിമോളിയുടെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നോക്കി സംസാരിക്കാറില്ല, കണ്ണിൽ തന്നെ നോക്കി ഇങ്ങനെ സംസാരിക്കാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓൾറെഡി ഒരിടത്ത് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കത്തേ ഇല്ല. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഓക്കെ അതെ, ഇപ്പം നിങ്ങൾ കണ്ണാന്ന് വിചാരിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ നോക്കാണ്, ഞാൻ നിങ്ങളെ നോക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ണി നോക്കിയിരുന്ന് യെസ് ഇല്ല അങ്ങനെ സംസാരിക്കില്ല. ഞാൻ നേരെ പറഞ്ഞു ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. മനസ്സിലായോ? ആ രീതിയിലാണ് സംസാരിക്കാൻ വേണ്ടി ഞാൻ വേറെ എങ്ങോട്ടോ നോക്കി വെക്കാൻ വിചാരിക്കല്. ബട്ട് സംസാരിക്കുന്നതിലേക്ക് അങ്ങനെ ആയിപ്പോവും. ഓക്കെ, എനിവേ നമുക്ക് സ്കിൻ കെയറിലേക്ക് വരാം, നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, ടോണിമോളിയുടെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ കുപ്പി ബോട്ടിൽ എൻ്റെ കയ്യിലില്ല. അത് ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് വന്നു. അത് കഴിഞ്ഞു, അത് ഫുള്ള് കഴിഞ്ഞു. അവസാനത്തെയാണിത്. അപ്പം നമ്മൾ ടോണിമോളിയുടെ ടോണർ മാറ്റി പിടിക്കാൻ പോവുക. ഇത് കഴിയുന്ന പാട് നമ്മൾ ചിലപ്പം ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ആയിരിക്കും ട്രൈ ചെയ്യുക. എനിക്കൊരു മിൽക്കി ടെക്സ്ചർ തന്നെ ഇഷ്ടം. അല്ലാന്നുണ്ടെങ്കിൽ ലാനിയേജ് ട്രൈ ചെയ്യാം. ഏതെങ്കിലും നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. എന്താ അടുത്ത ടോണർ ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് പറയാം. ഓക്കെ, ആൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അതിന് മുമ്പ് മുടി കെട്ടി വെക്കണം. മുടി ഫുള്ളാവും. ഇല്ലെങ്കിൽ എൻ്റെ മുടിയാണെങ്കിൽ വിചാരിക്കുന്നതല്ല, അടുത്തൊന്നും നിൽക്കൂല. ഇൻസ്റ്റ പറഞ്ഞ ഈ പാട്ട കഴിഞ്ഞെന്ന് തോന്നുന്നു അതിൻ്റെ കാലം. എന്നാലും ഉണ്ട്. അപ്പോൾ വായിക്കാത്ത ഫുള്ളാ പാട്ട്. ഓക്കെ, ഓക്കെ ഇതൊന്നും ഉണങ്ങട്ടെ. അറിയത്തില്ല, ഞാനാണെങ്കിൽ എങ്ങനെയാണ്, ഞാൻ എപ്പോഴും വിചാരിക്കും, കാണുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ 2 വീഡിയോ ഇട്ടിട്ട് മുങ്ങിയതാണല്ലോ, പിന്നെ കാണാനില്ലല്ലോ. ഞാനും വിചാരിക്കണേ, ആര് ചോദിച്ചാലും ഞാൻ അതിനെ ഞാനും വിചാരിക്കുന്നത്, യൂട്യൂബിൽ 2 വീഡിയോ ഇട്ടിട്ട് മുങ്ങിയത് പിന്നെ കാണലില്ലോ, ഞാൻ എവിടെ പോയി? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല മടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടെ രണ്ടും കൂടെ പറ്റണില്ല. സോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാം. വീഡിയോ ഇടുന്ന ടൈമിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഉള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് കുറച്ചേ ഉള്ളൂ, കുറച്ച് ആൾക്കാരെ കാണാനുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. സോ ഉള്ളവർ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഇന്ന് വാങ്ങിയ സീലാണ്. ഞാൻ കോട്ടയാണല്ലോ. സോ കോട്ടയം ലുലു ഓപ്പൺ ആയിട്ട് ഞാൻ ഇന്നാ പോകുന്നത്. അപ്പോൾ ലുലുവിൽ പോയപ്പോൾ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഈ 2 സാധനം വാങ്ങി. ഒന്ന് ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സൺസ്ക്രീൻ സ്റ്റിക്ക്. കാണിച്ചു തരാം. ഇതിവിടെ വെച്ചിട്ട് ഇത് കാണിച്ചു തരാം. ഇതൊരു കിട്ടുന്ന സാധനം കേട്ടോ. യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് യൂസ് ചെയ്യണം എന്നുള്ളവർ ഇത് യൂസ് ചെയ്ത് നോക്കുക. കാരണം ഇത് എങ്ങനെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ഓപ്പൺ ആവണില്ലോ. ബാക്കി ഓക്കെ, ഇത്
ഇങ്ങനെ അടിച്ചുപോയി, അല്ല അടിച്ചുവിട്ടില്ല. ഇത് കണ്ടോ, നമ്മൾ നോർമൽ സൺസ്ക്രീനെ കാട്ടി എന്താ ഡിഫറൻസ് ആണ്. ഇത് ഞാൻ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ തന്നെ ഈ സൺസ്ക്രീൻ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബട്ട് ഇത് കൊള്ളാം, നല്ലതാണ്. ബട്ട് ഇതിനെക്കാട്ടി അടിപൊളി ഇതാണ്. കാരണം ഇത് നമ്മൾ ഫേസിൽ ഇങ്ങനെ ഒരു വര വരച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫേസിലൊരു കവറിങ് ഉണ്ടാവും. അതായത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു മാറ്റ് ഫിനിഷ് ആൻഡ് ഒരു കവറിങ് ഉണ്ടാവും. സോ മനസ്സിലാവും നമുക്ക് ഫേസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നൊരു തോന്നൽ വരും. സോ ഞാൻ സെക്കൻഡ് ടൈം വാങ്ങാണ്. ഇതുവരെ വാങ്ങാൻ പോയതാ, ബട്ട് ഇതവിടെ ഇല്ല, സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. സോ അവർ പറഞ്ഞു വാങ്ങുമെന്ന് അറിയില്ല എല്ലാവരും. സോ നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് വാങ്ങുമോ നോക്കാന്ന് പറഞ്ഞു. എനിക്കൊരു ജലദോഷത്തിൻ്റെ ലക്ഷണം പെട്ടെന്ന് സൗണ്ട് മാറുന്നുണ്ട്. ഇതൊരു ഗ്ലോ സിറം. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന. സോ ഇന്നങ്ങ് വാങ്ങി, നമുക്കിത് യൂസ് ചെയ്യാം. ഞാനത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ്. ഓക്കെ, പിന്നെ ഞാനില്ലേ എനിക്ക് യൂട്യൂബിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞൂടാ. അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത്. കുറേ പേര് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് കുറച്ചുകൂടെ എഡിറ്റിങ് ഇതാക്കണം. ഞാൻ കുറ്റം രീതിയിൽ പറയല്ല കേട്ടോ. കാരണം എനിക്ക് ഇൻസ്റ്റയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് അറിയാം. എനിക്ക് എങ്ങനെയാണ് യൂട്യൂബിൻ്റെ സംഭവങ്ങളൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും, പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും, എന്നിട്ട് പോസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുമായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ സെറം ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും യൂസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഈ സർക്കിളിൽ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, അണ്ടർ ഐ ക്രീം അല്ലാണ്ട് വേറൊരു സാധനം നമ്മൾ ഇതിൻ്റെ ചുറ്റും കൊണ്ടുപോകില്ല. ഓക്കെ, അത് ഭയങ്കര കേടാന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ നമ്മൾ സെറം ഇട്ടു. ഇത് ഞാൻ നെക്സ്റ്റ് ടൈം എപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്ന് അറിയത്തില്ല. നെക്സ്റ്റ് ടൈം ഏതായാലും വീഡിയോ ഇടുന്ന ടൈമിൽ ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം. ഈ ഗ്ലോ സിറം അതിൽ നയസിനമൈഡാണ് ആഡ് അയക്കുന്നത്. അപ്പം നോക്കാം എന്തായിരിക്കും മാറ്റം വരണേന്ന്. അപ്പം നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ. അടുത്തത് ആക്സിസോയുടെ ഡാർക്ക് സ്പോട്ട് സിറം. ഇത് ഞാൻ ഒരു 3rd ബോട്ടിലല്ല, ഓക്കെ ബോട്ടിൽ തന്നെ പറയാം, എനിക്കറിയില്ല ഇതിനെന്താ പറയുന്നത്. ഓക്കെ, 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിത് വാങ്ങണേ. നൈസാണ്, എനിക്കിഷ്ടമായോണ്ടാണല്ലോ ഞാൻ വാങ്ങിയത്. എനിക്ക് കുറേ ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് മണ്ടത്തരം കാണിച്ചു. നമ്മൾ സ്നെയിൽ മ്യൂസിൻ ഇട്ടില്ല. നമുക്ക് സ്നെയിൽ മ്യൂസിൻ ഇട്ടിട്ട് യൂസ് ചെയ്യാം. ഞാനേ സ്നെയിൽ മ്യൂസിൻ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ അടപ്പ് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചതാ. പക്ഷെ അടപ്പില്ല, എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞേ, ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയും. ഓക്കെ, സ്നെയിലും എനിക്കിഷ്ടമാണ്. നോക്ക്. ഓക്കെ, ഞാനാണെങ്കിൽ കുറേ പേരുടെ വീഡിയോയും റിവ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മുടെ പിൽഗ്രിമിൻ്റെ പീലിംഗ് മാസ്ക് ഇല്ലേ, പീലിംഗ് മാസ്ക് മേടിച്ചു. ഓക്കെ, അത് മേടിച്ച് യൂസ് ചെയ്തു. ഫസ്റ്റ് ടൈം ഞാൻ കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്ന് പാച്ച് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ്, കൃത്യം 10 മിനിറ്റ്സ് വെക്കണം എന്നാണ്. അപ്പം 10 മിനിറ്റ്സ് വെച്ച് ടൈമർ വെച്ചിട്ട് 10 മിനിറ്റ്സ് വെച്ചിട്ട് ഇത് തൂത്ത് തന്നപ്പോൾ ചെറിയൊരു കുരുവല്ല, ഒരു തടിച്ച് വന്നു. അപ്പം ഞാൻ എന്താ വിചാരിച്ചാൽ ഞാൻ മാന്തി പറിച്ചിട്ടില്ല, ഞാൻ തുടച്ചതിൻ്റെ ഇടയ്ക്ക് വല്ല കൈകൊണ്ടിൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ അത് കൊണ്ടിട്ട് പൊങ്ങി വന്നായിരിക്കും എന്ന് ഞാൻ ഒന്നും നോക്കിയില്ല. വാങ്ങിയതല്ലേ, വാങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിൽ വിഷമല്ലേ, യൂസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ.
അങ്ങനെ ഇതൊന്നും ട്രൈ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റൂല. എവിടെയെങ്കിലും പോയി നമുക്ക് ട്രയൽ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ പറ്റത്തില്ല. 10 മിനിറ്റ് അത് വിട്ട് ഇങ്ങനെ നിൽക്കുമോ? ഇല്ല. ലിപ്സ്റ്റിക് ഒക്കെ തന്നെ അങ്ങനെ വെക്കായിരുന്നു. പക്ഷേ മുഖത്തിട്ടു. ഫസ്റ്റ് ടൈം തന്നെ ഫേസിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഡിഫറൻസ് ഉദ്ദേശിച്ചത് ഒരു തടിച്ച് വരൽ ഫീൽ ചെയ്തു. ഒരു എന്താ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഒരു ചൊറിച്ചിലാണോ തടിച്ച് വരലാണോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ എന്തോ ഒരു ഇഷ്ടമായില്ല. ബട്ട് ഒരു വട്ടം ട്രൈ ചെയ്യാം, ഫസ്റ്റ് ടൈമിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു 4 days കഴിഞ്ഞിട്ട് വീണ്ടും ട്രൈ ചെയ്തു. ബട്ട് അപ്പം തുടങ്ങിയതാ ഫേസ് നോക്ക്, ഫേസിലൊക്കെ ഒരു ഡ്രൈ ആയതാണോ അതോ എന്തോ തടിച്ചിട്ട് ഇതൊക്കെ പറ്റിക്കണം. അപ്പം അങ്ങനെയൊക്കെയായി. സോ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ പിൽഗ്രിമിൻ്റെ പീലിംഗ് മാസ്ക് യൂസ് ചെയ്യണ്ട. ഓക്കെ, അതിൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്. സോ അത് യൂസ് ചെയ്യില്ല. അത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നാലും അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് വായിച്ചോണ്ട് ഇതിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സെൻസിറ്റീവ് സ്കിന്നാണ് യൂസ് ചെയ്യല് എന്നുള്ളത്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് പോയി. കുഴപ്പമില്ല, ഇതെങ്ങനെയും നമുക്ക് മാറ്റിയെടുക്കാം. അതിനല്ലേ സ്കിൻ കെയർ അല്ലേ. എനിക്ക് മുഖത്ത് കുരുവില്ലായിരുന്നു. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസിൽ കുരുവൊക്കെ വന്നു. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് പോലെയൊക്കെ ഇരിക്കും. ഐ മീൻ നമ്മൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഫേസിൽ കുരുവൊക്കെ വരും. അപ്പം അങ്ങനെ കുരു വന്നു ആൻഡ് പിമ്പിൾസൊക്കെ വന്നിട്ട് വന്ന് അങ്ങനെ വരാറില്ലായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോയി, പെട്ടെന്ന് പോയി. 3 to 4 days കൊണ്ട് പോയി. പക്ഷെ അത് വന്നിട്ട് ബാക്കി വെച്ചിട്ട് പോയ കറുത്ത പാട് അവിടെ തന്നെ ഇരുന്നു. കുറേ കാലം അങ്ങനെ തന്നെ ഇരുന്നു, മാറണേ ഇല്ലായിരുന്നു. ആ ടൈമിലാണ് ഞാനിത് ഓക്കെ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ചന്ദ്രിക റെക്കമെൻഡ് ചെയ്യുന്ന പോലെ അതുപോലെ പറയാം. ആ ടൈമിലാണ് ഞാൻ ഈ ഡാർക്ക് ഫ്രൂട്ട് സിറം ആക്സസൈഡായി യൂസ് ചെയ്യുന്നത്. കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറി, ഫുള്ള് മാറി. പിന്നീട് കുരുവല്ല ഒരു തടിപ്പ് വരുന്നത് നമ്മുടെ പീലിംഗ് മാസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. വിഷമമുണ്ട് കണ്ണാടി നോക്കുമ്പോൾ. പക്ഷെ ഇറ്റ്സ് നോർമൽ, കുഴപ്പമില്ല. ഇന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കും. ഓക്കെ അടുത്ത സെറം ആക്സസൈഡ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് എടുക്കുള്ളൂ. ഓക്കെ, 2 ഡ്രോപ്പ് എടുക്കുക. ദെൻ 2 ഡ്രോപ്പ് വെക്കാൻ നേരത്തെല്ലാം മുഖത്ത് നമ്മൾ വെച്ച് പെരട്ടുക. ആൻഡ് ഒരു ഹാപ്പിനെസ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നാട്ടിലുണ്ട്. എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സ് കുറേ നാളോടി ഞാൻ നാളെ കാണാൻ പോവാ. ഇന്നൊരുത്തിണ്ടായിരുന്നു, ലയ ചെറിയാൻ. ഓക്കെ, ലയ ചെറിയാൻ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ വരാൻ ലേറ്റായിപ്പോയി. ഞാൻ മലപ്പുറം പോയേക്കായിരുന്നു കല്യാണത്തിന്. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവൾ നാളെ പോവും, എനിക്ക് ആളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും വേറെ വേറെ സ്ഥലത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങളോട്, എൻ്റെ ഫ്രണ്ട്സിൽ അവിടെ ഇവിടെയൊക്കെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാവരും ഇപ്പോൾ നാട്ടിലുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എൻ്റെ ലൈഫിൽ ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള ആൾക്കാർ അവരൊക്കെ. എന്ന് പറയുമ്പോൾ ഞാൻ അവരോടൊന്നും ഡയറക്റ്റ് പറയാറില്ല. ഈ വീഡിയോ അവർ കാണുവാണെങ്കിൽ കണ്ടോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള മെമ്മറീസ് ഞാൻ ഇപ്പോഴും ബ്ലഷ് ചെയ്യും ആലോചിച്ചിട്ട്. എന്ത് രസമായിരുന്നു. കാണണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റയിലെ റീല് ബാക്കിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ് റീല് മുതൽ കുറച്ച് നാളത്തെ റീൽസ് നോക്കി അറിയാം. എൻ്റെ കൂട്ടുകാർ എപ്പോഴും കൂടെ ഉണ്ട്. എടി ചായ കുടിക്കാൻ പോയാലോ? എൻ്റെ വീട്ടുകാരിക്കും നീ ആണോ സന വൈകിട്ടാകുമ്പോൾ ചായ കുടിക്കാൻ പോകുന്നത്? ഇങ്ങനെ അങ്ങനെ അവരൊക്കെ വേറെ അന്ന് ഒരുമിച്ചുണ്ടായിരുന്ന ടൈമിൽ ഞങ്ങൾ പറയും ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ നിന്ന. സോ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് തുടങ്ങാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. ആ ടൈമിലാണ് ഞങ്ങൾ ഈ കറങ്ങി നടന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കും, എത്ര പെട്ടെന്ന് കോളേജ് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ കോളേജ് തുടങ്ങി എല്ലാവരും വേറെ വേറെ വശത്തോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ കോളേജിൽ എന്താ അറിയത്തില്ല, വേറെ ഒന്നും ശരിയാകുന്നില്ല. നമ്മളങ്ങനെ ചില ഫ്രണ്ട്സ് ഉണ്ടല്ലേ, ഐ മീൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത. അതേപോലെ ആ മെമ്മറീസ് എപ്പോഴും ഇങ്ങനെ ഉള്ളിലിരിക്കും. അതാ സംഭവം. ഓക്കെ, നമ്മൾ ആക്സസൈഡ് സെറം യൂസ് ചെയ്തു. ദെൻ നമുക്ക്
ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ തന്നെ അണ്ടർ ഐ ക്രീം. എന്നൊരു സംഭവം നടന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ലുലുവിൽ പോയിട്ട് ഇതെല്ലാം വാങ്ങിയെന്ന്. അപ്പോൾ അവിടുത്തെ ചേച്ചി, ഇത് നമ്മുടെ സെയിൽസ് ഗേളാണ്, പുള്ളിക്കാരി ഇങ്ങനെ എല്ലാത്തിനും വെയിറ്റ് ചെയ്യാണ്. അപ്പം ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ആണ് സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഓക്കെ, പുള്ളിക്കാരി അവിടെ നിൽക്കുക. അപ്പം പുള്ളിക്കാരി എന്താ വേണ്ട, ഞാൻ പറഞ്ഞു എനിക്ക് സെറം വേണം, ഗ്ലോ സെറം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു. വേറെ എന്തെങ്കിലും വേണം മാഡം? ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട. അതൊക്കെ വേറെ എന്തെങ്കിലും വേണ്ട? ഞാൻ പറഞ്ഞു വേണ്ട, അതൊക്കെ ഇത് ബില്ലാണ്. അന്ന് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഞാൻ വേറൊരു സൺസ്ക്രീൻ ഉണ്ട്, വേറെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ട്, അതെടുക്കാന്ന് വിചാരിച്ചു. സോ പക്ഷേ അത് ആദ്യമേ ഇടുമ്പോൾ ഒരു മാറ്റും ഗ്ലോയും എല്ലാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് എന്തോ സ്മെല്ല് പിടിക്കുന്നില്ല, ഒരു കെമിക്കൽ സ്മെല്ല്. അത് ട്രൈ ചെയ്യണം, ഇൻഷാല്ല ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേണ്ട, ഇതെടുക്കാം എന്ന് വിചാരിച്ച് സ്റ്റിക്ക് എടുത്തു. ഇത് രണ്ടും എടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു മാഡം കാരണം എനിക്ക് ഇന്ന് എന്താ ടാർഗറ്റ് ഓക്കെ, ഇന്നെന്താ ടാർഗറ്റും എന്തോ അവരുടെ ഇതിലെന്തോ പറയുമല്ലോ, ഐ മീൻ ഈ സെയിൽസിൽ നിൽക്കുന്ന അവർക്ക് എന്തോ എത്രയും സ്കിൻ കെയർ പ്രോഡക്ട്സ് വിറ്റ് പോയി കഴിഞ്ഞാൽ അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി, ആ സാധനം. സോ മാഡം കാരണം എൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി, താങ്ക് യു എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ സന്തോഷം, എൻ്റെ പൈസ പോയല്ല. പുള്ളിക്കാരി എൻ്റെ ബില്ലടിക്കുന്ന ടൈമിൽ ഇങ്ങനെ ബൾബ് എത്തിയതുപോലെ ചിരിച്ചുകൊണ്ട് ബില്ലടിച്ചിരുന്നു. ഗൈസ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫോൺ ചത്തുപോയി, ഞാനത് അറിഞ്ഞില്ല. ഫോൺ ക്യാമറ തിരിച്ചു വെച്ചിട്ടില്ലേ ഞാൻ സംസാരിക്കുന്നത്, ബാക്ക് ക്യാമറയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഫോൺ ചത്തൊന്നും അറിഞ്ഞില്ല, ഞാനങ്ങ് ഒരുപാട് സംസാരിച്ചങ്ങ് പോയി. എൻ്റെ കിട്ടിയില്ല. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അണ്ടർ ഐ ക്രീം കയ്യിലെടുത്തിട്ട് ആ ചേച്ചിയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ബ്ലഷ് ഹാപ്പിനെസ്, ചേച്ചീനെ ബൾബ് എത്തിയതുപോലെ. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അടിച്ചു. പിന്നെ നമ്മൾ അണ്ടർ ഐ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞതല്ല, ബട്ട് ഞാൻ ഓൾറെഡി ഇട്ടു. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം, പക്ഷെ ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ 5 വിരല് ഇതിൽ ഈ റിംഗ് ഫിംഗർ എടുക്കുക. ഓക്കെ, റിംഗ് ഫിംഗറിലേക്ക് ബിസിനസ് ഇത്തിരി വെക്കാവുള്ളൂ, പക്ഷെ ഇത്തിരി നിൽക്കുമ്പോൾ ഒത്തിരി വരും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ റിംഗ് ഫിംഗർ എടുത്തിട്ട് എന്നിട്ട് ഇത് മാറ്റി വെക്കണേ. ഇതിൻ്റെ റിംഗ് ഫിംഗർ എടുത്ത് നമ്മൾ ഇത് നേരെ ഹാഫ് ആക്കുക. ഹാഫ് ആക്കിയിട്ട് കണ്ണിൻ്റെ ചുറ്റും ഇവിടെ 1 2 1 2. ഓക്കെ, ദെൻ 1 2 1 2. അതിട്ട് ഈ വിരൽ വെച്ച് തന്നെ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്യുക. ഓക്കെ, ഈ 2 കണ്ണും ഈ 2 വിരൽ വെച്ചിട്ട് മസാജ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു ക്വസ്റ്റ്യൻ വന്നില്ലേ, എന്തുകൊണ്ടാണ് ഈ വിരൽ യൂസ് ചെയ്യുന്നതെന്ന്? ഓക്കെ, ഈ വിരൽ യൂസ് ചെയ്യാൻ കാരണം നമ്മുടെ ബോഡിയിൽ ഏറ്റവും കുറവ് പ്രഷർ കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ടാണ് ഈ വിരൽ, റിംഗ് ഫിംഗർ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാ വിരലിനെക്കാട്ടി കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റുക നമ്മുടെ ഈ വിരലിനായിരിക്കും, പക്ഷേ കുറവ് കൊടുക്കാൻ പറ്റുക ഈ വിരലിനായിരിക്കും. സോ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഈ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടി കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ കണ്ട് തിരുമ്പാനൊന്നും പാടില്ല. തിരുമ്പാൻ എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡിൽ നാട്ടിൽ തുണി അലക്കല്ലേ, തിരുമാൻ പാടില്ല. ഇങ്ങനെ ചെയ്യാനൊന്നും പാടില്ല. അതാണ് ഡാർക്ക് സർക്കിൾസിന് കാരണമാക്കും. ഓക്കെ, അതാണ് ഏറ്റവും കട്ടി കുറഞ്ഞത് വെച്ചിട്ട് നമ്മളിങ്ങനെ സർക്കിൾ മോഷനിൽ ഇങ്ങനെ പതിവ് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് ലാനേജിൻ്റെ ലിപ് മാസ്കാണ് യൂസ് ചെയ്തത്. ഞാൻ ബാം യൂസ് ചെയ്യാറില്ല, മാസ്കാണ് യൂസ് ചെയ്തത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചാണ്, ഫോൺ ചത്തതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ ലിപ് മാസ്ക് യൂസ് ചെയ്തു. ഇത് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ഒരു പ്ലംബി ആയിട്ടിരിക്കും. ഐ മീൻ രാവിലെ നിൽക്കുമ്പോൾ ഞാൻ ഡ്രൈ ആയിരുന്നെ എപ്പോഴും യൂസ് ചെയ്യില്ല. ഡ്രൈ ആയിരിക്കുന്ന ടൈമിൽ മാത്രമേ, ഡ്രൈ ആകാൻ തോന്നുന്ന ടൈമിൽ നൈറ്റ് യൂസ് ചെയ്തിട്ട് കിടക്കും. രാവിലെ ആകുമ്പോൾ പ്രിറ്റി ആയിട്ടിരിക്കും ലിപ്പ്. ഓക്കെ, അപ്പം നമ്മളെ വീഡിയോ, അതായത് സ്കിൻ കെയർ കഴിഞ്ഞു.
ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്.